ഇപ്പോൾ നമ്മൾ ഈ IPM IAS അക്കാഡമിയുടെ കാര്യം എടുക്കുകയാണെങ്കിലും നമ്മൾ ഒരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് ഏറ്റവും അഫോർഡബിളായിട്ട് കുട്ടികൾക്ക് ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം സിവിൽ സർവീസിനും KS എല്ലാം ഉൾപ്പെടുന്ന രീതിയിൽ അതും ടോപ്പിക് സ്പെസിഫിക് വീഡിയോസായിട്ടൊക്കെ തന്നെ ചെയ്യുക എന്നുള്ളതായിരുന്നു. ഇപ്പം ഏകദേശം ഒരു 3 വർഷമായിട്ട് നമ്മൾ ഈ ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എപ്പോഴെങ്കിലും സിവിൽ സർവീസിൻ്റെ പ്രിപ്പറേഷൻ ടൈം പീരീഡിലോ എപ്പോഴെങ്കിലും IPM IAS അക്കാഡമി ആയിട്ട് എന്തെങ്കിലും എവിടെയെങ്കിലും കം അക്രോസ് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ഇപ്പോൾ അക്കാഡമി ആയി ഞാൻ പറയുന്നത് ഇപ്പോൾ നമ്മുടെ പേഴ്സണൽ ബന്ധം പറയാം. അപ്പോൾ ഞാനും ഗൗതമുമായി ഒരുപാട് വർഷത്തെ പരിചയമുണ്ട്, ബന്ധമുണ്ട്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് സ്ട്രഗിൾ ചെയ്ത ആൾക്കാരാണ്. ഓരോ സ്ട്രഗിളും ഗൗതമിനും അറിയാം, എൻ്റെ സ്ട്രഗിളെല്ലാം ഗൗതം കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നൊരു അക്കാഡമിയായി മാറുന്നതിന് മുമ്പ് ഗൗതം ഈ ഒരു IPM IAS അക്കാഡമി എന്ന് പറയുന്നത് ഇന്ത്യൻ പൊളിറ്റി മാസ്റ്ററി എന്ന് പറഞ്ഞ രീതിയിൽ ഡെവലപ്പ് ചെയ്ത് വരുന്ന മുതൽ എനിക്കറിയായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഉണ്ടാക്കിയ ഷോർട്ട് വീഡിയോസ് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് റിവിഷൻ്റെ സമയത്തൊക്കെ വളരെ ടോപ്പിക് സ്പെസിഫിക് ആയിട്ട് ആ വീഡിയോസ് ഉപയോഗിക്കാനും അതിൻ്റെ സ്പെസിഫിക് നോട്ട്സും ഗൗതം ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ സമയത്തൊക്കെ. അപ്പോൾ അത് എനിക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. കാരണം നമുക്ക് പെട്ടെന്ന് ഒരു റിവിഷൻ നടത്തണമെങ്കിൽ വളരെ ടോപ്പിക് സ്പെസിഫിക് ആയിട്ട് പെട്ടെന്ന് പോയി 2 മിനിറ്റ് 1 മിനിറ്റ് വീഡിയോ കാണാൻ നല്ലതായിരുന്നു. അപ്പോൾ ആ രീതിയിലൊക്കെ ആ ഷോർട്ട് നോട്ടും ആ ടോപ്പിക് സ്പെസിഫിക് ആയിട്ടുള്ള വീഡിയോസൊക്കെ എനിക്ക് മെയിൻസ് എഴുതുന്ന സമയത്തും KSൻ്റെ മെയിൻസ് എഴുതുന്ന സമയത്തൊക്കെ എനിക്ക് റിവിഷൻ ചെയ്യാനൊക്കെ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അതെനിക്ക് മറക്കാൻ പറ്റത്തില്ലല്ലോ. അത് ഇപ്പോൾ അക്കാഡമി ആയി, പക്ഷേ അന്ന് ഗൗതമിൻ്റെ ഡ്രീം ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഞാനത് നേരിട്ട് അനുഭവിച്ച ആളെന്ന നിലയ്ക്കും അതിൻ്റെ ഒരു ഭാഗമാവാൻ എനിക്കും പറ്റി. അതിൻ്റെ ഒരു ഗൗതമിൻ്റെ ഒരു വേർപ്പിൻ്റെ ഒരു അംശം എൻ്റെ വിജയത്തിലും ഒരു പാർട്ടായി എന്നുള്ളത് എനിക്ക് ഇപ്പോൾ ആലോചിക്കുമ്പോൾ വളരെ ഹാപ്പിനെസ് തോന്നുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു ആ സമയത്ത്. അപ്പോൾ അതിനും ഗൗതമിനോട് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. കാരണം ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ചതിൽ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പം ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള KS എക്സാമിനേഷനെ പറ്റി ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട് ആളുകൾക്ക്. ഒരുപാട് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനും അവർക്ക് തന്നെ പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ഒരു വഴി കാണിച്ചു കൊടുത്തതിന് ഒരുപാട് നന്ദി. ഞങ്ങളുടെ ഈ ഒരു ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയതിനും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സോ മച്ച്. സംസാരിക്കാൻ പറ്റിയതെന്ന് കാരണം ഗൗതമിൻ്റെ ഒരു വഴി, ഇവിടേക്ക് എത്തുന്ന വഴി ഞാൻ നേരിട്ട് കണ്ട ആളെന്ന് നിലയ്ക്കാണ്. പിന്നെ എൻ്റെ വിജയത്തിൽ ഒരുപാട് സപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. മെൻ്റലി ആയിരുന്നാലും ഈ പറയുന്ന രീതിയിൽ ഇപ്പോൾ കണ്ടൻറ് എൻട്രി ചെയ്യുന്ന രീതിയിലാണെങ്കിലും ഷോർട്ട് നോട്ടുകളൊക്കെ തയ്യാറാക്കി തരുന്നതിലാണെങ്കിലും എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളതുകൊണ്ടും എനിക്കും ആ വിജയം വളരെ പേഴ്സണലി കുറച്ച് ഫീലിങ്സ് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവിധ ഭാവങ്ങളും താങ്ക് യു സോ മച്ച്.